പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിലുടനീളമുള്ള നിർണായക ഇൻഫ്രാസ്ട്രക്ചർ വെബ്സൈറ്റുകളെ ലക്ഷ്യമിട്ട് നടന്നത് 15 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങൾ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച 7 അഡ്വാൻസ്ഡ് പെർസിസ്റ്റന്റ് ത്രെറ്റ് ഗ്രൂപ്പുകളെ മഹാരാഷ്ട്ര സൈബർ ഏജൻസി തിരിച്ചറിഞ്ഞു. ഇതിൽ 150 ആക്രമണങ്ങൾ മാത്രമേ വിജയിച്ചുള്ളൂവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണയിലെത്തിയതിനു ശേഷവും ഇന്ത്യൻ സർക്കാർ വെബ്സൈറ്റുകൾക്ക് അയൽരാജ്യത്തു നിന്നും ബംഗ്ലാദേശിൽ നിന്നും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും സൈബർ ആക്രമണങ്ങളുടെ പ്രവാഹം നേരിടുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഇന്ത്യ-പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം സർക്കാർ വെബ്സൈറ്റുകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങൾ കുറഞ്ഞുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പക്ഷേ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മൊറോക്കോ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഈ ആക്രമണങ്ങൾ തുടരുന്നു. ഭീകരർക്കെതിരെ ഇന്ത്യൻ സായുധ സേന ആരംഭിച്ച സൈനിക നടപടിയുടെ ഭാഗമായി തയ്യാറാക്കിയ റോഡ് ഓഫ് സിന്ദൂർ എന്ന റിപ്പോർട്ടിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഹാക്കിംഗ് ഗ്രൂപ്പുകൾ ആരംഭിച്ച സൈബർ യുദ്ധത്തെക്കുറിച്ച് മഹാരാഷ്ട്രയുടെ നോഡൽ സൈബർ ഏജൻസി വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ്, ഒരു ഇന്തോനേഷ്യൻ ഗ്രൂപ്പ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് മഹാരാഷ്ട്ര സൈബർ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് യശസ്വി യാദവ് പറഞ്ഞു.